വെൽക്കം ബാക്ക് ടു Xylem Learning. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ്സാണ്. കുറേ നാളുകൾക്ക് ശേഷമാണല്ലേ നമ്മൾ തമ്മിലൊരു നേരിട്ട് കാണുന്നത്. മക്കളെ, അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എങ്കിലും കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്നില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല പല സംശയങ്ങൾ വരും. ഓക്കെ, സബ്ഷെൽ ഏതൊക്കെയായിരുന്നു, അതിൽ എത്ര ഇലക്ട്രോൺസ് ആയിരുന്നു, അങ്ങനെ പല സംശയങ്ങൾ വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ എൻ്റെ കുട്ടികൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളും ഒരൊറ്റ വീഡിയോയിൽ മിസ് തീർത്തരാൻ പോവാ. എത്ര പേര് റെഡിയാണ് എൻ്റെ ഒപ്പം അത് പഠിക്കാനായിട്ട്? റെഡി ആയിട്ടുള്ളവരെല്ലാവരും മിസ്സിന് ഒരു ഹൈഫൈ തന്നെ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്ന പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. മക്കളെ, ഏതൊരു ആറ്റം എടുത്താലും ഈ ആറ്റത്തിനുള്ളിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് എവിടെയാണെന്നാ? ഷെല്ലുകൾക്കുള്ളിലാണെന്നാണ് അല്ലേ? പിന്നീട് നമുക്ക് മനസ്സിലായി ഷെല്ലുകൾക്കുള്ളിലല്ല, പകരം നമ്മുടെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണ് മക്കളെ? സബ് ഷെല്ലുകൾക്കുള്ളിലാണ്, അഥവാ ഉപഷെല്ലുകൾക്കുള്ളിലാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ? സോ ഒരു ആറ്റം നമ്മൾ എടുത്താൽ ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ ഇരിക്കുന്നു, ന്യൂട്രോൺ ഇരിക്കുന്നു, ഇലക്ട്രോൺ ഇരിക്കുന്നു. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ഉള്ളേ ഇരിക്കും. ഇലക്ട്രോണോ ന്യൂക്ലിയസിന് പുറത്ത്. ഷെല്ലിലാണോ? നോ, ഷെല്ലിലല്ല, പകരം ഷെല്ലിങ്ങനെ നമ്മൾ തുറന്ന് നോക്കണം അല്ലേ? ഷെല്ല് തുറന്ന് നോക്കിയാൽ അതിനുള്ളിൽ കുറച്ച് സബ് ഷെല്ലുകൾ അല്ലെ, ഊർജ നിലകളുണ്ട്. ഈ സബ് ഷെല്ലുകൾക്കുള്ളിലാണ് നമ്മുടെ ഇലക്ട്രോൺ കുട്ടന്മാർ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി ഏതൊക്കെ സബ് ഷെല്ലുകളാ പഠിക്കാനുള്ളത്? 4 സബ് ഷെല്ലുകൾ അല്ലെ? 4 സബ് ഷെല്ലുകളാണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സബ് ഷെല്ലിൽ നമ്മൾ എന്താ മക്കളെ പേര് വിളിക്കുക? എസ് സബ് ഷെൽ എന്ന് വിളിക്കും. രണ്ടാമത്തെ സബ് ഷെല്ലിന്റെ പേരാണ് പി, 3D, 4F. ഇങ്ങനെ 4 സബ് ഷെല്ലുകളാണ് ഒരു ആറ്റം എടുത്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ഓരോ സബ് ഷെല്ലിനുള്ളിൽ കയറിയാണ് ഓരോ ഇലക്ട്രോൺസും ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സബ് ഷെല്ലിനും നമുക്ക് ഇഷ്ടമുള്ള ഇലക്ട്രോൺസിനെ പിടിച്ച് കയറ്റാൻ പറ്റുമോടാ? പറ്റൂല അല്ലെ? ഒരു കാർ എടുത്താൽ, ഒരു 5 സീറ്റർ കാറാണെങ്കിൽ മാക്സിമം നമുക്ക് എത്ര പേര് ഇരുത്താം? 6 പേരെ ഇരുത്താം. അതിനപ്പുറം നമുക്ക് ആൾക്കാരെ ഇരുത്താൻ പറ്റൂല. അതേപോലെ തന്നെയാ ഓരോ സബ് ഷെല്ലുകൾക്കുള്ളിലും അതിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട്. ഓക്കെ, there is a limit to the number of electrons in which the subshells can carry. അങ്ങനെയാണെങ്കിൽ ഓരോ സബ് ഷെല്ലിനും എത്ര ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യാൻ പറ്റും? ഒന്ന് ഓർത്തെടുത്ത് നോക്കിക്കേ. എസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഒന്നാമത്തെ സബ് ഷെല്ലാണ് അല്ലേ മക്കളെ? നമ്മുടെ എസ് സബ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസിനെ ഇരുത്താനായിട്ട് സാധിക്കും. ഇനി പി സബ് ഷെല്ലിലേക്ക് പോയാൽ ഈ പി സബ് ഷെല്ലിന് മാക്സിമം 6 ഇലക്ട്രോൺസിനെ ഇരുത്താം. ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോൺസിനെ വരെ ഇരുത്താൻ സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ 3 ഇലക്ട്രോൺസുമായിട്ട് ഞാൻ എസ് സബ് ഷെല്ലിൻ്റെ അടുത്തേക്ക് പോവുക. എസ്സിന് മേടിക്കാൻ പറ്റുമോ? എസ് പറയും, പൊന്നു മിതുവേ, എൻ്റെ മിതുവേ, എനിക്കാകെ 2 എണ്ണമേ മേടിക്കാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് 2 എണ്ണത്തെ ഇരുത്താനുള്ള സ്ഥലമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം നോക്കിക്കേ, എൻ്റെ കയ്യിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2 എണ്ണത്തെ ആദ്യം ഞാൻ എസ്സിന് കൊടുക്കും അല്ലെ? എസ് 2 എണ്ണത്തെ മേടിക്കൂ. 3ാമത്തെ ഇലക്ട്രോൺ അടുത്ത സബ് ഷെല്ലിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി എൻ്റെ കയ്യിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിയുടെ അടുത്തേക്ക് പോയി. പിക്ക് മേടിക്കാൻ പറ്റുമോ മക്കളെ? പിക്ക് മേടിക്കാൻ പറ്റില്ല. പി പറയും, ഞാൻ 6 എണ്ണത്തെ മേടിക്കാം, ബാക്കി 4 എണ്ണത്തിനെ വേറെ എവിടെയെങ്കിലും തട്ടിക്കോ എന്ന് പറയും അല്ലേ? യെസ്, അങ്ങനെ there is a limit. അപ്പം നമ്മൾ പഠിച്ചു എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോൺസിനെ വരെ ഇരുത്താം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ഷെല്ലെടുത്തു. ഫസ്റ്റ് ഷെല്ലാണ് കേട്ടോ. ഈ ഒന്നാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ടാവും? രണ്ടാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ടാവും? മൂന്നാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ടാവും? അത് ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അതായത് മക്കളെ, നമ്പർ ഓഫ് സബ് ഷെല്ലും നമ്പർ ഓഫ് സബ് ഷെൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസിനോട് ഈക്വൽ ആണ്. എന്താ മിസ് പറഞ്ഞത്? ഷെല്ലുകളുടെ എണ്ണവും സബ് ഷെല്ലുകളുടെ എണ്ണവും തുല്യമാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? ഒന്നാമത്തെ ഷെല്ലിൽ ഒരേ ഒരു സബ് ഷെല്ലേ ഉണ്ടാകൂ. രണ്ടാമത്തെ ഷെല്ലിൽ ഷെൽ നമ്പർ എത്രയാ? 2 ആണ്. സോ 2 സബ് ഷെൽ ഉണ്ടാവും. മൂന്നാമത്തെ ഷെല്ലിൽ 3, 4ൽ 4, ഇങ്ങനെയാ പോവാ. സോ ബേസിക്കലി നമുക്ക് പറയാം ഷെൽ നമ്പറും
സബ്ഷെല്ലുകളുടെ എണ്ണവും തുല്യമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ല് ഏതാ മക്കളെ? നമ്മുടെ കെ ഷെല്ലാണ് അല്ലേ? ഒന്നാമത്തെ ഷെല്ല്. അതിൽ ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ. ഒന്നാമത്തെ ഷെല്ലിൽ ഇരിക്കുന്ന നമ്മുടെ ആദ്യത്തെ 1s സബ്ഷെൽ. ഇനി രണ്ടാമത്തെ ഷെല്ല് ഏതാ? കെ എൽ ആണ്. ഇതാണ് സെക്കൻഡ് ഷെൽ എന്ന് പറയുന്നത്. അതിൽ 2 സബ്ഷെല്ലുകൾ പോസിബിൾ ആണ്. ഏതൊക്കെയായിരിക്കും? എസും വരും, പിയും വരും. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെൽ ആയതുകൊണ്ട് അതിനെ ഞാൻ 2s 2p എന്ന് വിളിക്കും. ഓക്കെ, ഇനി എം ആണ് നമ്മുടെ മൂന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഷെല്ലിലേക്ക് വരുമ്പോൾ അവിടെ 3 സബ്ഷെല്ലുകൾ വരെ പോസിബിൾ ആണ്. ഏതൊക്കെയാ മക്കളെ? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് പോകുമ്പോൾ എത്ര എണ്ണം പോസിബിൾ ആയിരിക്കും? നാലാമത്തെ ഷെല്ല്. അപ്പോൾ അവിടെ 4 സബ്ഷെല്ല് വരെ പോസിബിൾ ആണ്. ഓക്കെ, അതായത് എസ് പോസിബിൾ ആണ്, പി പോസിബിൾ ആണ്, ഡി പോസിബിൾ ആണ്, എഫ് പോസിബിൾ ആണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്നാമത്തെ ഷെല്ലിലും എസ് ഉണ്ട്, 2ലും ഉണ്ട്, 3ലും ഉണ്ട്, 4ലും ഉണ്ട്, എല്ലായിടത്തും എസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പറയുമ്പോൾ ഏത് ഷെല്ലിലെ സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ ചേർത്ത് പറയുക. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ 1s, രണ്ടാമത്തെ ഷെല്ലിലെ എസ് 2s, രണ്ടാമത്തെ ഷെല്ലിലെ പി 2p, നാലാമത്തെ ഷെല്ലിലെ ഡി 4d എന്നിങ്ങനെ നമുക്ക് അതിനെ പ്രതിനിധീകരിക്കാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? എസ്, പി, ഡി, എഫ് 4 സബ്ഷെല്ലുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺസ് വരെ കയറിയിരിക്കും. ഇനി ഓരോ ഷെല്ലിലെയുമുള്ള സബ്ഷെല്ലുകളുടെ എണ്ണം തുല്യമായിരിക്കും അല്ലേ? ഓരോ ഷെല്ലിൻ്റെ എണ്ണവും അതിലെ സബ്ഷെല്ലിൻ്റെ എണ്ണവും തുല്യമാണ്. ഒന്നാമത്തെ ഷെല്ലിൽ ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, 1s. സെക്കൻഡ് ഷെല്ലിലേക്ക് പോയാൽ 2 സബ്ഷെല്ലിലെ കാണാൻ സാധിക്കും, 2sഉം 2pയും. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോയാൽ 3 സബ്ഷെല്ല് പോസിബിളാ, 3s 3p 3d. എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആണോ? എൻ്റെ മക്കൾക്ക് സെറ്റാണോ? സെറ്റാണെങ്കിൽ മിസ്സിനൊരു ഹൈഫൈ തരുമോ? ഒരു അടിപൊളി ഹൈഫൈ തന്നെ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് കാര്യം? എനർജീസ് ഓഫ് സബ്ഷെൽ. ഈ സബ്ഷെല്ലുകൾക്കുള്ളിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്ന് മിസ് പറഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അതിൽ കയറിയിരിക്കുക? ഇഷ്ടമുള്ള പോലെ കയറിയിരിക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളതുപോലെ കയറിയിരിക്കാൻ സാധിക്കില്ല. അവിടെ ഒരു ഓർഡർ അവർക്ക് ഫോളോ ചെയ്യാനുണ്ട്. ഒരു ഓർഡർ ഉണ്ട്. എന്തിൻ്റെ ഓർഡർ ആണെന്നറിയോ? എനർജിയുടെ ഓർഡറാ മക്കളെ, ഊർജത്തിൻ്റെ ഓർഡറാ. അതായത് സബ്ഷെല്ലുകൾ ഇങ്ങനെ നിരന്ന കുട്ടപ്പന്മാരെ പോലെ ഇരിക്കുക. പക്ഷെ സബ്ഷെല്ലുകളിൽ കയറുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി, ഊർജ്ജം കൂടിക്കൂടി വരുന്ന രീതിയിലാണ് നമ്മുടെ ഇലക്ട്രോൺ ചേട്ടന്മാർ കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സബ്ഷെല്ലുകൾക്കും ഓരോ എനർജിയാണ്. ഇവിടെ എൻ്റെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഏറ്റവും എനർജി കുറവുള്ളത് നമ്മുടെ 1sനാണ്. അത് കഴിഞ്ഞാൽ 2s അല്ലേ? അത് കഴിഞ്ഞാൽ 2p, then comes 3s, പിന്നെ വരുന്നത് 3p. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഓർഡർ അനുസരിച്ച് 3pക്ക് ശേഷം വരേണ്ടിയിരുന്നത് ആരാ? 3d. പക്ഷെ 3d ആണോ മക്കളെ വന്നത്? അല്ല, 4s ആണ്. വാട്ട് ദാറ്റ് മീൻസ്? എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. 3dയെക്കാട്ടിലും എനർജി കുറവാർക്കാ മക്കളെ? നമ്മുടെ 4sനാണ്. 4sനെക്കാട്ടിലും എനർജി കൂടുതലാണ് 3dക്ക്. അതിൻ്റെ അർത്ഥം 4sൽ ഇലക്ട്രോൺ കയറിയതിന് ശേഷം മാത്രമേ 3dയിലേക്ക് ഇലക്ട്രോൺസ് കയറുകയുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺസ് ആദ്യം കയറുക എനർജി കുറവുള്ള സ്ഥലത്താണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി എന്നാ മിസ് പറഞ്ഞതല്ലേ? ഊർജ്ജം കൂടിക്കൂടി വരുന്ന രീതിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും എനർജി കുറവുള്ള ആളുടെ അടുത്ത് ഏറ്റവും ആദ്യം കയറും. പിന്നെ അങ്ങനെ കൂടി വരികയാണ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലായി 4sന് 3dയെക്കാട്ടിലും എനർജി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എപ്പോഴും 4sൽ കയറിയതിന് ശേഷം മാത്രമേ 3dയിലേക്ക് കയറുകയുള്ളൂ. സെറ്റാണോ? അപ്പൊ എന്താണ് സബ്ഷെൽ? എങ്ങനെയാണ് ഇലക്ട്രോൺസ് കയറുക? എന്താണ് സബ്ഷെല്ലുകളുടെ എനർജി? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? ക്രിസ്റ്റൽ ക്ലിയർ ആയോ? ഇതിൽ ഒരു സംശയം പോലും ഇല്ലാതെ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? യെസ്. ഇനി ഇതേപോലെയുള്ള
അടിപൊളി കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ അസ്ത്ര ബാച്ചിൽ വന്നാൽ അടിപൊളിയായിട്ട് കിട്ടും. സോ അസ്ത്ര ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയും ഇനി ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ ലൈവ് ഒക്കെ ആയിട്ട് മിസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ ആ ലൈവ് മുഴുവൻ കാണണം. ആ ലൈവിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം മിസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതിനു മുമ്പേ എൻ്റെ മക്കൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാ ഷെല്ലുകളിലും കോമൺ ആയിട്ട് ഒരു സബ് ഷെല്ലുണ്ട്. ഓക്കെ, എല്ലാ ഷെല്ലുകൾക്കും പൊതുവായിട്ട് ഒരു സബ് ഷെല്ലുണ്ട് കേട്ടോ. ആ കോമൺ ആയിട്ടുള്ള സബ് ഷെൽ ഏതാണെന്ന് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ മിഥില മിസ്സിൻ്റെ ചക്കര കുട്ടികളെല്ലാവരും മിസ്സിനൊരു പിങ്ക് ഹാർട്ട് ഇട്ട് തരാനായിട്ട് മറക്കരുത്. ഐ വിൽ ബി വെയിറ്റിംഗ്, ഐ വിൽ ബി വാച്ചിങ്. So, high five. We'll meet in the next class. Tata, bye bye. I love you all.